ദേഹവാക്ബുദ്ധിജം ധീര ധർമ്മജ്ഞാ ശ്രദ്ധയാ ക്ഷിപം യഖം മഹകവി വേണുകുൽമഹിതാകല. ഈ അഖം ഇല്ലാതാവാൻ, പാപമില്ലാതാവാൻ വലിയൊരു ഉപായത്തെ പറയണം. ധർമ്മജ്ഞാഹ, ധർമ്മജ്ഞന്മാരായ ആൾക്കാര്, ശ്രേഷ്ഠന്മാരായ ആൾക്കാര് ആ ധർമ്മം വേണ്ടതുപോലെ അനുഷ്ഠിക്കുക, ധാർമ്മികമായ മൂല്യങ്ങള് നന്നായിട്ട് ചെയ്യുക. അവരാണ് യഥാർത്ഥത്തിൽ ധീരന്മാര്. അങ്ങനെയുള്ള ധീരന്മാരായ ആൾക്കാര് ദേഹത്തിൽ അമിതമായി ഞാൻ എന്നുള്ള അഭിമാനം വെച്ച് അഹങ്കരിക്കാതെ ശാസ്ത്ര ബോധങ്ങളിൽ അതീവ ശ്രദ്ധ വെച്ച് ശാസ്ത്രോപാസന നടത്തി ഗുരുനാഥന്മാർ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ച് ജീവിച്ചാൽ അവരെ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അഖം എല്ലാം തന്നെ ഇല്ലാതാവുന്നു. ഏതുപോലെ അഗ്നിയാൽ മുളങ്കാളൊക്കെ കത്തി നശിക്കുന്നത് പോലെ സമസ്ത പാപവും ആ ജീവനിൽ നിന്ന് ഇല്ലാതാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ട അവസ്ഥ, ബ്രഹ്മചര്യം, ത്യാഗം തുടങ്ങിയ ഉന്നത മൂല്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുറമെയുള്ള ശരീരം, ആ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ഇതൊക്കെ തന്നെയും അറിയുന്നില്ല, അന്യമായിട്ടുള്ളവയും അറിയുന്നു. ഈ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരമൊക്കെ തന്നെയും അറിയുന്നില്ല, അന്യമായിട്ടുകയും അറിയുന്നില്ല. ആത്മാനം അന്യച്ച് ഇതും പറയുന്നില്ല. എന്തുകൊണ്ട് അവ ജഡങ്ങളാണ് എന്നുള്ളത്? ഈ വിഷയങ്ങൾ ജഡങ്ങളാണ് എന്നതിനാൽ വിഷയങ്ങൾക്ക് സ്വാനുഭവമില്ല, ലോകാനുഭവവും ഈ പ്രകൃതി വിഷയങ്ങൾ. എന്നാൽ ജീവൻ സർവം പുമാൻ ഗുണാംശ, ഗുണങ്ങളെയൊക്കെ വിഷയങ്ങളെയൊക്കെ ജീവൻ അറിയുന്നത്. പ്രജ്ഞ, ഇവയൊക്കെ അറിയുമ്പോഴും സർവജ്ഞമനന്തവീരേ, അനന്തനും സർവജ്ഞനുമായ ഈശ്വരനെ ജീവൻ അറിയുന്നത്. അവിടെ ജഗത്ത്, ജീവൻ, ഈശ്വരൻ, ഈ മൂന്നിനെയും ഈ ശ്ലോകത്തിൽ പറഞ്ഞു. അതിൽ ഈ ജഗത്ത്, ഈ ജഗത്തിന് ആത്മാനം അന്യം നമിതോ, ഈ ജഗത്ത് തന്നെയും അറിയുന്നില്ല, അന്യ വിഷയങ്ങളെയും അറിയുന്നു. ഈ ജലവിഷയങ്ങൾക്ക് സ്വാനുഭവവുമില്ല, അതേപോലെ മറ്റു വിഷയങ്ങൾ അറിയുന്നു. ഈ ജീവൻ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നു. എന്നാൽ ആരെ അറിയുന്നില്ല? സർവജ്ഞനും അപരിച്ഛേദ്യനുമായ ഈശ്വരനെ ജീവൻ അറിയുന്നു. നമ്മൾ ജനിച്ച കാലം മുതലേ വളർന്ന കാലത്തുടനീളം നമ്മൾ കേട്ടും മനസ്സിലാക്കിയും പരിചയപ്പെട്ടും പരിശീലിച്ചും ഒക്കെ നമ്മൾ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന നമ്മുടെ മതകൽപ്പനകളുണ്ട്, ശീലങ്ങളുണ്ട്, ഈശ്വര സംബന്ധിയായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്, ആചാരവിശേഷങ്ങളുണ്ട്. ഇവയെല്ലാം കൂടിയാണ് നമ്മൾ ഹിന്ദു മതം എന്ന പേരിൽ ഇപ്പോൾ പിന്തുടർന്നു പോകുന്നത്. എന്നാൽ ഈ ഹിന്ദു മതത്തിലെ മൂല്യങ്ങൾക്കും ആശയങ്ങൾക്കും എത്രത്തോളം വൈദിക പ്രമാണമുണ്ട്, എത്രത്തോളം ആധികാരികമായ ശാസ്ത്രത്തിന്റെ പിൻബലം ഇതിലെല്ലാം ഉണ്ട് എന്ന് പരിശോധിക്കുകയോ ഒറ്റയ്ക്കും കൂട്ടായും ചർച്ച ചെയ്യുകയോ അത് വേണ്ട പോലെ എല്ലാവരും പകർന്നു കൊടുക്കുകയോ ചെയ്യാനുള്ള സംവിധാനമോ സമ്പ്രദായമോ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യത്വമില്ലാത്ത മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. മനുഷ്യരില്ലാത്തതല്ല, ധാരാളം മനുഷ്യരുണ്ടല്ലോ. ഏതാണ്ട് 600 കോടി മനുഷ്യരുണ്ട് ഈ ഭൂമിയുടെ മുകളിൽ എന്നാണ് കണക്ക്. അപ്പോൾ മനുഷ്യത്വമുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് സമൂഹത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും ആശങ്കകളും ഉദ്വേഗങ്ങളും അരക്ഷിതാവസ്ഥയൊക്കെ വർദ്ധിച്ചു വരുന്നത്. നമ്മുടെ വർത്തമാന പത്രങ്ങളും മാധ്യമങ്ങളും നിത്യേന നൽകുന്ന വാർത്തകളെല്ലാം നമ്മളെ ആകാംക്ഷയും അതുപോലെ ഉത്കണ്ഠയും ഉദ്വേഗവും ജനിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ലോകത്ത്, അങ്ങനെ ഒരു കാലത്ത് ജീവിക്കുന്ന നമുക്ക് വിശിഷ്ടമായ ഒരു പൈതൃകം സമ്മാനിക്കുന്ന ഉത്കൃഷ്ടമായ ആശയങ്ങളെ, ഉദാത്തമായ മൂല്യങ്ങളെ, ഉപയോഗപ്രദമായ ആചാരശീലങ്ങളെ എത്ര കണ്ട് സ്വാംശീകരിക്കാനും സ്വകീയമായി തീർക്കാനും സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ശ്രീമദ് ഭാഗവതം അതിന് നമുക്ക് വഴി തുറന്നു തരുന്നത്. ഇതിൽ ഓരോ ഭാഗവും നമ്മളെ കേവലം ഒരു പ്രവചനത്തിനപ്പുറത്ത് ഒരു സ്വാധ്യായം, ഒരു തപോനുഷ്ഠാനം എന്ന നിലയിൽ ഭാഗവതത്തെ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാക്കുന്നതിനും പൂർണ്ണമാക്കുന്നതിനും എത്രത്തോളം വിലമതിക്കാനാവാത്ത നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും അതുപോലെ പ്രമാണബദ്ധമായ ട്രസ്റ്റുമാണ് ശ്രീമദ് ഭാഗവതം നൽകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ഇനി 10, 20, 30 കൊല്ലം വരെയൊക്കെ ചിന്തിക്കാം. ആ സമയത്ത് മനുഷ്യൻ എന്ത് ചിന്തിക്കണം, എങ്ങനെ വേണം? താൻ വളരെ കുശലനായി പ്രവർത്തനക്ഷമനായി ഊർജ്ജസ്വതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലോകത്തിൽ അതേ നേരത്തിൽ തനിക്ക് ഇനി അതുപോലെ ജീവിക്കാൻ പറ്റാത്തൊരു ദശ വരും. അപ്പൊ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അപ്പൊ കർമ്മമുഖത്വം മാത്രം നമുക്ക് പോരാ, കർമ്മപ്രഭാവം മാത്രം പോരാ, കർമ്മവിരാമ പ്രഭാവവും കൂടി നമുക്ക് വേണം. ആ കർമ്മവിരാമ പ്രഭാവം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുത്താലേ മനുഷ്യ ജീവിതത്തിനുള്ള ഉപദേശം പൂർണ്ണമായും പുഷ്കരമാകും. അതാണ് ഈ അവസാന കാലത്ത് നിർവഹിക്കാൻ നിർബന്ധിതനായത് ചെയ്തത്. അതെങ്ങനെയുണ്ടായി? താൻ ലോകത്തിൽ ശരിയായിട്ടുള്ള കൃത്യങ്ങളൊക്കെ ചെയ്തു, അവസാനിച്ചു. ഇനി തന്നെ തിരിച്ചു പോകാൻ ഒരു വിഷമവുമില്ല. ബ്രഹ്മാവ് ഭൂമിയുടെ ഭാരം കുറയ്ക്കണം. എന്തായാലും ഭൂഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഭൂഭാരം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് നമ്മളെ എടുക്കാൻ പറ്റുക നമ്മുടെ ശരീരത്തിന്റെ ഭാരമാണോ? അല്ല. ഭൂലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ നല്ലോണം പോലെ ജീവിക്കണം. മറ്റുള്ളവർ ഭൂമിക്കരുത്, പ്രകൃതിയെ അനാവശ്യമായി ചൂഷണം ചെയ്യരുത്, ഭൂമിയെ കേടുവരുത്തരുത്, വായുവിനെ കേടുവരുത്തരുത്, ജലത്തെ കേടുവരുത്തരുത്. ഒരു തരത്തിലുള്ള ക്ഷമം ഇരിക്കാതെ നമുക്ക് പിന്നിൽ വരാൻ പോകുന്ന അടുത്ത തലമുറയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട സമ്പദ്സമൃദ്ധമായ ഒരു സുന്ദരമായ രീതിയിലുള്ള ഒരു ഭൂമിയാണ് നമ്മൾ പ്രദാനം ചെയ്യുന്നത്. അത് ചെയ്യാതെ മനുഷ്യ സമുദായത്തെ തന്നെ ശുദ്ധമാക്കത്തക്ക വിധം ദുഷ്പ്രേരണകളോടുകൂടി ദുസ്സാഹസങ്ങളോടുകൂടി ജീവിക്കുന്ന കൂട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭൂമിക്ക് ഭാരമാണ്. ജിജ്ഞാസയുടെ ലക്ഷണമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അർജുനൻ ചോദിക്കാനുള്ള നിലവാരത്തിൽ ഉയർന്നു നിന്ന അർജുനന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഭഗവത്ഗീത എന്ന് പറയുന്നത്. ആ ഭഗവത്ഗീതയിലെ മഹാഭാരതത്തിലൂടെ നമുക്ക് ലഭ്യമായ അർജുനനെ നമ്മൾ ഇന്നത്തെ ഒരു വിദ്വതയിൽ നിന്ന് അർജുനന്റെ സ്വഭാവ രീതികളെ, കഴിവുകളെ, അദ്ദേഹത്തിന്റെ മൂല്യങ്ങളെ ഒന്ന് അടുത്തറിയാം. എന്നിട്ടാണ് ആ അർജുനന് എന്താ പറ്റിയത്? ആ അർജുനൻ അങ്ങനെ ഒന്നും വരാൻ പാടില്ല. എല്ലാ കാര്യത്തിലും എന്നിട്ട് അവസാനത്തെ ഒരു ഫൈനൽ ഇയർ എക്സാം വന്നപ്പോൾ തളർന്നു നോക്കി കഴിവ് കാണിക്കേണ്ട ആ ഒരിടത്ത് മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളാകെ ഭ്രമിച്ചു. എന്താ വേണ്ടിയത് അർജുനൻ? അതുകൊണ്ട് നമുക്ക് അർജുനന്റെ ഗുണങ്ങളെ, അർജുനന്റെ കഴിവുകളെ, അർജുനന്റെ മാനസികാവസ്ഥയെ, അർജുനനെ ബാധിച്ച ഇത് പെട്ടെന്ന് വന്ന ഒന്നാണോ, ദീർഘകാലം കൊണ്ട് ഉള്ളിൽ വന്നു ചേർന്ന എന്തെങ്കിലുമാണോ എന്നൊന്ന് അന്വേഷിക്കുക. Thank you.
ഒരു സ്ത്രീയായിരിക്കുന്ന കയാവിനെ അതും ഗർഭിണിയാണ് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിനെ വിലക്കുകയും കയാവിനെ ദേവന്മാരായി മോചിപ്പിച്ച് തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ഈശ്വരനാമം പഠിപ്പിക്കുകയും ഭഗവത് ഭക്തി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ആധ്യാത്മികമായ ഈശ്വരീയമായ തത്വങ്ങൾ അറിയിക്കുകയും അങ്ങനെ ഗർഭിണിയായിരുന്ന കയാവിന്റെ വയറ്റിൽ ഇരുന്നുകൊണ്ട് ആ കുട്ടി ഭഗവത് നാമങ്ങളെ കേട്ടു, ശ്രവണമുണ്ടാകുക, ഭഗവാന്റെ കീർത്തനങ്ങൾ കേട്ടു, ഭഗവത് തത്വത്തിന്റെ ഒരു കഥനം. അതുകൊണ്ട് ജനിച്ചപ്പോൾ പരമം അതാണ് പൂർവ്വജന്മ വാസന. ഇതാണ് ഒരു വശത്ത് അച്ഛനും മറുവശത്ത് മകൻ. പൂർവ്വജന്മത്തിനുണ്ടായ അഭ്യാസങ്ങൾ, പൂർവ്വജന്മത്തിന്റെ സാധനങ്ങൾ അതൊക്കെ തന്നെയും അടുത്ത ജന്മത്തിൽ അയാൾക്ക് ഗുണകരമായിട്ട് വരും എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് അവർക്ക് ഇറങ്ങി വന്നു. അപ്പൊ അദ്ദേഹത്തിന് ആ സ്മൃതിയില്ല. കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ വേണ്ടി ഭഗവാന്റെ വിടുന്ന പാവം അദ്ദേഹത്തിന്റെ കുറ്റങ്ങളൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്കൊക്കെ വരും ഓരോരോ ജന്മങ്ങൾ. പക്ഷെ അങ്ങനെയൊക്കെ ജന്മം വന്നാൽ അതേപോലെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ അതേ കൊണ്ടിരിക്കുന്നത്. ഈ ഇങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്തോ ഒരു തകരാറുകൊണ്ട് ജന്മം കിട്ടും. അപ്പോൾ അതേ ശരിയാക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ ഭഗവാന്റെ ആ നിയമത്തിൽ എല്ലാം ഒരു എക്സംഷൻ ഒക്കെ തന്നിട്ടുണ്ട്, നമ്മളെ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ യം കഷ്ടനേഷു വരുന്നവരാണ് പ്രചണ്ഡ വേദാദിവശം വീതം കടനം പരിപാടി ഫല മൃത്യു പ്രധാനം എന്ന് ഇവിടെ മൃത്യു കൂടി ഓടിപ്പോകുന്ന ആരെയാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ഈശ്വരനെ കേന്ദ്രൻ പ്രാർത്ഥിച്ചിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയ 28 സ്ഥിതികളാണ് ഇതിലുള്ളത്. ഒരു മഹാത്മാവ് വിക്ഷോഭക്കാരെ ക്ഷണിച്ചിട്ട് ആ മഹാത്മാവ് വരുന്നതിന് മുന്നേ വിക്ഷ കഴിക്കാനും വയ്യ, മൃതം പരിസമാപ്തി എത്തിക്കാനും വയ്യ, പാർട്ടിയിട്ടാണ് സമയമായി കഷ്ടത്തിലായി വിവാഹമായ മനസ്സിലായ വേളയിൽ തനിക്ക് വിശ്വസനായ ഒരു ഉദാഹരണം മഹാബ്രാഹ്മണന്റെ തുളസി ദിവസം കൊണ്ട് വരുന്നതായ കാഴ്ചയും കണ്ടു. ഈ തുളസി ദിവസം സേവിച്ചുള്ളൂ, ഭക്ഷണം കഴിച്ചെന്ന് പറയാം, കഴിച്ചില്ലെന്ന് പറയാം. കാരണം കിട്ടാം, ആ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതൊരു ആരാധന വരാനില്ലായിരുന്നു. ഗുരുവാക്ക് വേദവാക്കൾ സ്വീകരിക്കുന്നതായ അംബരീഷൻ രാജശ്രീ അംബരീഷൻ തുളസിദത്തനെ സേവിച്ചു. തുളസിദത്തനെ സേവിച്ച മാത്രമേ ഗുരുവാസാവ് ഇഷ്ടമായി. എന്ത് ഞാൻ കരുതുന്നതിനെ ഭക്ഷണം കഴിക്കുകയോ, ഞാനെന്താ എച്ചിരിയായി വന്നിരിക്കുന്ന ആളാണെന്നോ ഇത് കരുതിന്റെ അവമാനിക്കാൻ വേണ്ടി ശരിക്കുന്നത് എന്നൊരു ചിന്തയെടുത്തുകൊണ്ട് പ്രളയകാലത്ത് കത്തിജ്വലിക്കുന്നതായ അഗ്നിയെ പോലെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു വ്യക്തിയെ ഒരു വികൃത സത്വത്തെ ശ്രദ്ധിച്ച് അമ്പയുടെ നേട്ടങ്ങൾ അയക്കാൻ എന്തെങ്കിലും ധരിപ്പിക്കാനുള്ളതായി പ്രകടനാമമായിക്കൊണ്ട് ആ കൃത്യ അമ്പരീഷിനെ കാര്യങ്ങളായി സമയത്തും ആ അമ്പരീഷനാവട്ടെ നിന്ന നെറ്റിൽ നിന്നും ഒരടി ഓതി കൊടുത്ത് മാറാനും ഇടയായില്ല. ഏതാവത്തെ കാത്തിരിപ്പിക്കാൻ കരുണാമൂർത്തിയായ ഭഗവാനുണ്ട് താനും നഗരമായി കൊണ്ടുനടത്താൻ എന്റെ ഭഗവാനുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നത് ഭക്തരെ സംബന്ധിച്ച് എന്തിനെ ഭയപ്പെടാൻ, ആരും ഭയപ്പെടാൻ. ഉത്തമ ഭക്തനായ ദോഷബുദ്ധിയോ ഭയാനീയോ നിഷേധാനന്ദ നിവർത്തതേ ഗുണബുദ്ധ്യാസമീതം ന കരോതി യഥാർത്ഥതഃ. ഈ സഹായിയെ അന്വർത്ഥമാക്കുകയും ഈ ശ്ലോകം പറയുന്നത് കേൾക്കാൻ അത് ഗ്രഹിക്കാൻ താല്പര്യം തോന്നാൻ ഇരിക്കാൻ ഇരിക്കുന്നവർ പ്രോത്സാഹിക്കുന്നവർ. ഇതാണ് ശ്രീമദ് ഭാഗവതം, ഇതാണ് പ്രത്യക്ഷ കൃഷ്ണൻ, ഇതാണ് ശാശ്വതമായിരിക്കുന്ന നമ്മുടെ സംസ്കാരം. ഈ സംസ്കാരത്തിൽ ഉപജീവിക്കുന്നതാണ് ഇവിടെ എല്ലാം തന്നെ. എന്താണ് പറയുന്നത്? ദോഷബുദ്ധിയോ ഭയാനീയോ ഉഭയാ എന്ന് പറയും.
ഈ ലോകം മുഴുവൻ ദ്വൈതമാണ്. ഞാനും ഞാനല്ലാത്ത, ഞാനും ഞാനല്ലാത്ത. ഈ ലോകം എൻ്റെ, ദേഹം എൻ്റെ, വീട് എൻ്റെ, കുടുംബം എൻ്റെ, കുടുംബാംഗങ്ങൾ എൻ്റെ, പണം എൻ്റെ, ഒക്കെ എന്നെയാ. എൻ്റെ പിറന്നാൾ, എൻ്റെ മരണം, എൻ്റെ ജനനം. ഇങ്ങനെ ഞാൻ എൻ്റെ എന്നുള്ള ഒരു ഭയം. പിന്നെ നല്ലതായ ചിന്ത, നന്മ തിന്മ, ഗുണം ദോഷം, പാപം പുണ്യം, ഇഹം പരം, ദേഹം ആത്മാ, ഈശ്വരൻ ലോകം, ഇതൊക്കെ ബന്ധുക്കളിൽപ്പെട്ടതാണ്, ഹൃദയങ്ങളിൽപ്പെട്ടതാണ്.
അഭിനയസ്ഥായിക്കൊണ്ടതാണ് ദേവതയെ വാഹനം വെച്ച് നടത്തുമ്പോൾ ആനന്ദത്തിലെ ആഹാരത്തിലെ വാക്കുകളെ കൊണ്ട്
Freedom.
ഇവിടെ വേദവ്യാസ മഹർഷി വരച്ചു വെച്ചിട്ടുള്ള വാഗ്മയ ചിത്രങ്ങൾ ഒട്ടനവധി കാണാം. പ്രത്യേകിച്ച് ദശമസ്കന്ധത്തിൽ ഇനി വരാനുള്ള അധ്യായങ്ങളിലൊക്കെ ഇതൊക്കെ വേദവ്യാസ മഹർഷി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. നമുക്ക് ധ്യാനിക്കുവാൻ, നമുക്ക് സങ്കല്പം ചെയ്യാൻ, ഭാവന ചെയ്യാൻ പാടുള്ള ചിത്രങ്ങളാണ് ഭാഗവതത്തില്. ഇവിടെ ഭഗവാന്റെ ചിത്രത്തിന് പകരം ആ അമ്മയായിട്ടുള്ള യശോദയുടെ ചിത്രമാണ് എന്ന വ്യത്യാസമുള്ളൂ. എങ്ങനെയാണ്? യശോദാദേവി കൈകൾ കളയാനിരിക്കുന്നു. ആ കൈകൾ കളയുന്നതിന്റെ ഭംഗിയെ വർദ്ധിക്കുകയാണ്. കൈ കളയുന്ന സമയത്ത് അതെങ്ങനെയാണ് കളയുന്നത്? അത് കണ്ടിട്ടുള്ളവർക്കറിയാം. വലിയ തൈക്ക് അതിൽ കടകോലിട്ടിട്ടുണ്ടാവും. അതിനെ ഒരു മരം കൊണ്ടുള്ള അടച്ചുകൊണ്ട് അടച്ചിട്ടുണ്ടാവും. അതിന്റെ മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന കടകോലിന്റെ അഗ്രഭാഗത്തായിട്ട് ചരടുകൊണ്ട് ചുറ്റി വരിഞ്ഞിട്ട് ആ ചരടിനെ രണ്ടറ്റവും രണ്ട് കൈകളിൽ പിടിച്ചുകൊണ്ടാണ് മഥനം ചെയ്യുക. കൈകളയിൽ അധ്യാത്മ ജീവിതം നഷ്ടപ്പെടുന്നതിന്റെ ഫലം ഇതൊക്കെയാണ്. നമ്മുടെ സാധന നഷ്ടപ്പെടുക, നമ്മൾ അധമാവസ്ഥയിലേക്ക് പോവുക എന്നതൊക്കെയാണ്. മനസ്സിനെ കാട്ടുക, മനസ്സിനെ ഒരിക്കലും കാട്ടുന്ന ഗീത പഠിപ്പിക്കുന്നത് ഭഗവത്ഗീത. ബുദ്ധരീത ഇവിടെ തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ കാട്ടിക്കൊള്ളുകയാണ്. അതുകൊണ്ട് ഭാഷയുടെ ശാസ്ത്രം എന്താണെന്ന് ശരിയായി അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ഉത്തമമായ ഗരുഡ, നീ ഇത്തരം നിന്ദ്യമായ കാര്യങ്ങൾ ചെയ്ത് നിന്റെ അധ്യാത്മ ജീവിതം നശിപ്പിക്കരുത്, ജീവിതം കളയരുത്, നീ താഴ്ന്നു പോകരുത്, അധമാവസ്ഥയിലേക്ക് പോകരുത്. ഇത് ഗരുഡ ഭഗവാനുള്ള ഉപദേശമാണോ? ഒന്ന് ശ്രദ്ധിച്ചോ. ഗരുഡ ഭഗവാനുള്ള ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്. ഇത് ഇന്ന് ആദ്യം പറഞ്ഞിട്ടുള്ള ഈ സംസാരമാകുന്ന ഈ പ്രപഞ്ചത്തിൽ സുഖാന്വേഷികളായ എനിക്കും നിങ്ങൾക്കും നമുക്കും ഉള്ള ഉപദേശമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ഈ ഉപദേശത്തെ കാണുന്നത്. അതാണ് നമ്മുടെ ഉപദേശങ്ങൾ സ്വീകരിക്കണം. അവ നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ട കഴിവ് നമുക്കുള്ളതാണ്. പൊതുവെ ഉപദേശങ്ങൾ ഇഷ്ടമുള്ളതാണ് നമ്മൾ നടക്കരുത്. അപ്പൊ ഈ ഉപദേശം ഈ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഗരുഡ ഭഗവാൻ കൊടുത്തിട്ടുള്ളതല്ല, പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഉപദേശമായി നമ്മൾ കാണണം. ഗോപികമാർക്ക് പോലും ഉണ്ടായ ദുഃഖത്തെ, ഗോപികമാർക്ക് ദുഃഖമുണ്ട്. ഭഗവാൻ ആ മധുരാമയിലേക്ക് പോകുന്ന സമയത്ത് എത്ര ദുഃഖത്തോടുകൂടിയാണ് ഗോപികമാരെ ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവ എന്ന നാമങ്ങൾ വിളിച്ച് ഭഗവാന്റെ ഒരു വിളിച്ച് ഒരിക്കൽ കൂടി കാണാൻ പറ്റുമോ, ഒരിക്കൽ കൂടി കാണാൻ പറ്റുമോ, ഒരിക്കൽ കൂടി കാണാൻ പറ്റുമോ, ഇങ്ങനെ ഉറ്റുനോക്കി നോക്കി നോക്കി അങ്ങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് അർത്ഥവും അതിൽ നിന്ന് വരുന്നതായിട്ട് പൊടിയും അതിന്റെ പൊടിക്കൂടെ ഇങ്ങനെ നോക്കി അവസാനം അങ്ങേയറ്റത്തുള്ള ഭഗവാൻ ഒരു പുഞ്ചിരി ഈ ഗോപികമാർക്ക് നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് മതി. അനേക വർഷങ്ങൾ ഭഗവാനെ കാത്തിരിക്കാൻ അവർക്ക് ആ പുഞ്ചിരി കൊണ്ട് സാധിച്ചു. കാരണം അവർ വേറെ ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ എന്തെങ്കിലും ഭഗവാൻ കിട്ടണമെന്ന് ആഗ്രഹമില്ല ഗോപികമാർക്കില്ല. കൃഷ്ണനെ സ്നേഹിക്കണമെന്നതേ ഞങ്ങൾക്കുള്ളൂ, കൃഷ്ണൻ ഇങ്ങോട്ടും സ്നേഹം വേണമെന്ന് ഞങ്ങൾക്കില്ല. ഭഗവാൻ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പോലുമില്ല, ഞങ്ങൾക്ക് എപ്പോഴും കൃഷ്ണനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം. അത് മാത്രമേ ആ തത്വമാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. ഭഗവാൻ തന്നെ ഇത് ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ ജന്മകർമ്മകമേ നിത്യം ഏവം ഭൂവേതി തത്വതഃ. ആ തത്വതഃ എന്നുള്ള വാക്ക് വളരെ വളരെ പ്രധാനമാണ്. എന്റെ അവതാരങ്ങൾ, ജന്മം അവതാരങ്ങൾ, കർമ്മ ലീലകൾ, എന്റെ അവതാരങ്ങളും ലീലകളും എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് താത്വികമായിട്ട് വേണം മനസ്സിലാക്കാൻ.
എല്ലാവരും ആ ഗാനം കേട്ട വ്യക്തിയിലേക്ക് ഓടിയെത്തിയതായിട്ട് സമയം പറഞ്ഞു. കുലവധുക്കളായിട്ടുള്ളവർ നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? രാത്രിസമയത്ത് പുറത്തിറങ്ങി നടക്കാൻ പാടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിപ്പാണ്. എന്നിട്ടോ കുലധർമ്മം ഉപദേശിച്ചു. എന്തിന് ഭഗവാനത്തെ കുലധർമ്മം ഉപദേശിച്ചു? ഇവിടെ പറയണോ? ഗഗനഗത മുനി നിയമ ശ്രാവണയും ജഗീഷ കുലധർമ്മം. ആകാശത്തിൽ നിൽക്കുന്നതായിട്ടുള്ള മുനിമാര് കേൾക്കട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഭഗവാൻ കുലവധൂധർമ്മത്തെ കുറിച്ചിട്ട് പറഞ്ഞത്. Thank you.